നമസ്കാരം. അപ്പോൾ നമ്മളെ 10th പ്രിലിംസിൻ്റെ രണ്ടാം ഘട്ട എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ SCRTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ആ സീരീസ് നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സും ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ഒന്ന് ബുള്ളറ്റിൻ്റെതായിരുന്നു, ഒന്ന് എല്ലാതെയും കുറച്ചൊരു കറണ്ട് അഫയേഴ്സും തന്നായിരുന്നു. അത് 2ൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ പൊതുവെ എന്താ അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇന്നത്തെ എക്സാമിൻ്റെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാ? ഓപ്ഷൻ സി ആണ്, ധോളവീരയാണ്. 2, തന്നിരിക്കുന്നതിൽ ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഏതാ? ബന്ധമില്ലാത്ത പ്രസ്താവന. ഗുലാംഗിരി എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മുടെ ആനി ബസന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ 1 തെറ്റാണ്. 2, ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1916 എന്ത് ചെയ്തു, ഹോം റൂൾ പ്രസ്ഥാനവും ആരംഭിച്ചു അല്ലേ. അപ്പോൾ അത് 2ആണ് ശരിയായിട്ടുള്ളത്. നമ്മളോട് ഏതാ പറഞ്ഞത്, ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ ഏതാ? ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന. 3ാമത്തെ ചോദ്യം: പാഞ്ചാലി ശപഥം എഴുതിയത് ആരാ? ഓപ്ഷൻ എ ആണ്, സുബ്രഹ്മണ്യ ഭാരതി അല്ലെ. ഓപ്ഷൻ എ ആണ്, സുബ്രഹ്മണ്യ ഭാരതിയാണ്. 4ാമത്തെ ചോദ്യം: സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാ? EV രാമസ്വാമി നായ്ക്കർ അല്ലേ. EV രാമസ്വാമി നായ്ക്കർ. 5, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായിട്ടുള്ള മഹാലക്ഷ്മി സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ബി ആണ്, തെലങ്കാനയാണ്. 6ാമത്തെ ചോദ്യം: 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. രാജ്മഹൽ കുന്നുകൾ തെറ്റാണ്. കലാപത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. വില്യം ലോഗൻ കമ്മീഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? നമ്മുടെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാ? രാമനമ്പി. ശരിയാണ്. ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം ശരിയാണ്. 7ാമത്തെ ചോദ്യം: 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാ? നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ ബുള്ളറ്റിനിൽ വായിച്ച ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാ? നിഹോൺ ഹിഡോൻക്യോ ആണ്. 8ാമത്തെ ചോദ്യം: 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയ് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, കാരിച്ചാൽ ചുണ്ടൻ. ഇതും നമ്മളെ ബുള്ളറ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ചോദ്യം: തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം തെറ്റാണ്. പ്രാചീന മലയാളം ആരതാ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അഖിൽ തിരുട്ട് അരുൾനൂലക്കാരതാ? വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ്. ദർശനമാല ആരതാ? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്നുള്ളത് ശരിയാണ്. 10ാമത്തെ ചോദ്യം: 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാ? ഇന്ത്യയാണ്. 11ാമത്തെ ചോദ്യം: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, 70 വയസ്സിന് മുകളിലുള്ളവരെയാണ്. 12ാമത്തെ ചോദ്യം: ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാ? ഓപ്ഷൻ സി ആണ്, 2010ലാണ്. 13ാമത്തെ ചോദ്യം: ലഞ്ച് ബെല്ല് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം നമ്മൾ കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് ഏതാ? കേരളമാണ്. ഇനി 14ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാ? തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക ശരിയാണ്. നികുതി നൽകാതിരിക്കുകയും ശരിയാണ്. ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി 15ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാ? ഓപ്ഷൻ ഡി ആണ്, നവമഞ്ചരിയാണ്. ഇതൊക്കെ SCRT. 16ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാ? ആന്ധ്രയാണ്. പക്ഷേ ഓപ്ഷനിലില്ല, നമുക്കുള്ളത് ഏതാ? ആന്ധ്രാപ്രദേശ് എഴുതാം. 17, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? ഓപ്ഷൻ ബി ആണ്, സുകുമാർ സെൻ ആണ്. 18ാമത്തെ ചോദ്യം: അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. 19ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ഏതാ? ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠത്തിൽ നിന്നാണ്. 20ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ ആരൊക്കെയാ? അമ്മു സ്വാമിനാഥൻ ഉണ്ട്, ദാക്ഷായിനി വേലായുധൻ ഉണ്ട്, രാജ്കുമാരി അമൃത് കൗർ ഉണ്ട്, സരോജിനി നായിഡു ഉണ്ട്. ഓപ്ഷൻ ഡി ഇവയെല്ലാവരും ഉണ്ട്. 21, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ഏതാ? നംസ പർവ്വ അല്ലെ. ഓപ്ഷൻ ഡി ആണ്, നംസ പർവ്വയാണ്. 22, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത്? കരേവയാണ്. 23, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലേ, റാറ്റ് ഹോൾ മൈനിങ് ആണ്. 24, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാ? ഓപ്ഷൻ ഡി, ടൈറ്റാനിയം ഓക്സൈഡ്.
25-ാമത്തെ ചോദ്യം മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം SART ആണ് ഏതാ ഓക്സ്ബോ തടാകങ്ങൾ. 26 ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായിരിക്കുന്നത്? ഏതാ രാമനാട്ടം അല്ലെ, രാമനാട്ടമാണ് പിന്നീട് എന്താകുന്നത് കഥകളിയായിട്ട് മാറുന്നത്. 27-ാമത്തെ ചോദ്യം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാ മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്. 30-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാ നീണ്ടകരയാണ്. 31-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് എഴുതാം. മൃദുഭാവേ ദൃഢകൃത്യേ ശരിയാണ്. പോലീസ് മേധാവി എന്ന് പറയുന്ന ആരാ? DGP ആണ്. പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, തൃശ്ശൂരല്ല. 1ഉം 2ഉമാണ് ശരി. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുക? ശരിയായതല്ലേ. അപ്പോൾ 1ഉം 2ഉം ഓപ്ഷൻ എ ആണ്. 32-ാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ബക്രാനങ്കൽ സത്ലജ് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദി ഒഡീഷ ശരിയാണ്. തെഹ്രി കൃഷ്ണയിലല്ല, എവിടെയാ? ഭഗീരഥിയിലാണ്. സർദാർ സരോവർ എവിടെയാ? നർമ്മദയാണ്. അപ്പോൾ നമ്മൾ ശരിയായ ജോഡി അല്ലേ 1ഉം 2ഉം 4ഉം ഇതിലെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. 33-ാമത്തെ ചോദ്യം വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒന്നെന്താ? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ശരിയാണ്. പിന്നെന്താ? 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ശരിയാണ്. 1947 ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വെട്ടിക്കളയാം. 1ഉം 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്ന് കണ്ടെത്തുക. മൗലവി അല്ല കേട്ടോ, വക്കം അബ്ദുൽ ഖാദർ, അതായത് മൗലവിയുടെ മകനാണ് വക്കം അബ്ദുൽ ഖാദർ. ഇതിൽ ശരിയായിട്ടുള്ള ഏതൊക്കെ? ജിയും ഭാഷാ കവിതകളും ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപനായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 35 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഏതോടനുബന്ധിച്ചിട്ട്? വൈക്കം സത്യാഗ്രഹവുമായിട്ടില്ല. അപ്പോൾ ശരിയാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു. സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ആരന്യ സേതുലക്ഷ്മി ബായി ആണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. തെറ്റാണ്. ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും വലുതാണ് ഏത്? നമ്മുടെ വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ക്ഷേത്രപ്രവേശനമല്ല, സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ ആണ്. 1, 2, 3. 36 VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് ഇത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിന്റെ ചാൻസി റാണി എന്നറിയപ്പെടുന്ന ഓപ്ഷൻ ഡി ആണ്. അക്കാമ ചെറിയാനാണ്. 38 ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KB മേനോൻ അല്ലെ. ഏതാ? കീഴരിയൂർ ബോംബ് കേസ് അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമായിരുന്നു ഇത് കീഴരിയൂർ ബോംബ് കേസ്. അതിന് നേതൃത്വം നൽകിയതാരായിരുന്നു? ഡോക്ടർ KB മേനോനാണ്. 39-ാമത്തെ ചോദ്യം എന്താ? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഏത്? ഓപ്ഷൻ ബി കൂട്ടല്ലേ, കൂട്ടാണ്. പിന്നെന്താ? 40-ാമത്തെ ചോദ്യം മഹാകവി G. ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? ശ്രീനാരായണ ഗുരുവിനെയാണ്. 41-ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. ഉൾപ്പെടാത്തത് പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ് ഉള്ളതാണ്. തൂഫത്തുൽ മുവാഹിദീൻ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം ഉള്ളതല്ലേ? ശരിയാണ്. പിന്നെന്താ? ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്സും ശരിയാണ്. സതിഹിതബോധിനി എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. 42-ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ ഏതാ എന്നുള്ളത് കണ്ടെത്തണം. കേരള മീഡിയ അക്കാദമി എവിടെയാ? കാക്കനാട്, കൊച്ചിയിലാട്ടോ. അപ്പോൾ ഇത് തെറ്റാണ്, തൃശ്ശൂരല്ല. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ്. ഫേക്കുലർ അക്കാദമി എവിടെയാ? കണ്ണൂരാണ്. കേരള ലളിതകലാ അക്കാദമിയാണ് ഇവിടെ? തൃശ്ശൂർ. അപ്പോൾ ഇതും തെറ്റാണ്. നമ്മളോട് എന്താ ശരിയായ ജോഡികൾ? 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ. ഓപ്ഷൻ എ ആണ്. 43-ാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ശരിയായത് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത്? നൈതാലിം. ശരിയാണ്, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 ഭഗവത്ഗീതക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് ഇത്? അനാസക്തി യോഗം. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം ഇത് 1920 അല്ലേ. 4-ാമത്തെ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. അതും ശരിയാ. അപ്പോൾ 4 പ്രസ്താവനകളും ശരിയാണ്. 44-ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാ? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവയല്ല, അത് തെറ്റാണ്. അപ്പോൾ 1 മാത്രമല്ലേ തെറ്റുള്ളൂ, ഇന്ന് നോക്കാനൊന്നുമില്ല. ഓപ്ഷൻ ആണ് 1 മാത്രം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ശരിയാ. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ആണ്. ഇന്റർപോൾ എവിടെയാ? ലിയോൺ ആണ്.
45-ാമത്തെ ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം. വീണ്ടും ഇതായ ഫുൾ SCRT തന്നെയല്ല ക്വസ്റ്റ്യൻസ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് കബനി, ഭവാനി, പാമ്പാറ്. 49 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് ഏത്? വരയാട്. 51-ാമത്തെ ചോദ്യം നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഏത്? നറോറ, ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് നമ്മൾ 1-ാം ഘട്ടത്തിലെ പ്രിലിംസിൽ ഉണ്ടായിരുന്നു. എവിടെയാ? റഷ്യയിലാണ്. റഷ്യ എവിടെയാ? കസാനിലാണ്. കസാൻ എവിടെയാ? റഷ്യയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 1-ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നോക്കിയവർക്ക് കിട്ടും. 53 ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 54-ാമത്തെ ചോദ്യം ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്, അല്ലേ? ഇനി 55-ാമത്തെ ചോദ്യം അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടത്? ആഗോള സുസ്ഥിര വികസനമാണ്, അല്ലേ? ഓപ്ഷൻ A ആണ്, ആഗോള സുസ്ഥിര വികസനമാണ്. 56-ാമത്തെ ചോദ്യം നമ്മൾ ഏറ്റവും ബേസിക് ആണ്, ഭരണഘടനയിൽ നിന്ന് ഏറ്റവും ബേസിക് തന്നെയാണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? ഏതാ ഇതിന്റെ ആൻസർ? ഒരു ഓപ്ഷൻ A ആണ്, അല്ലേ? 1 D, 2 C, 3 A, 4 B. 57-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാ? പിങ്കളി വെങ്കയ്യയാണ്. 58-ാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കണം. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്ര വികാസം, മാനവ പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇവയൊക്കെ എന്താണ്? മൗലിക കടമകളാണ്. 59-ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. ഇനി 60-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് മാത്രം മതി, അല്ലേ? 2005-ലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സ്. തെറ്റാണ്, അല്ലേ? 70 വയസ്സ് എന്തിനാ? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായമാണ് എത്ര? 70 വയസ്സ്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ ഇത് ശരിയുള്ളൂ. ഓപ്ഷൻ C 1, 2 ശരി. 61 ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഏത്? ഫ്ലൂറിൻ, അല്ലെ? ഓപ്ഷൻ C ആണ്, ഫ്ലൂറിൻ ആണ്. 62 സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ. 63-ാം തന്നിരിക്കുന്നതിൽ തെർമോ പ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ C ബേക്കലൈറ്റ്. ഇതൊക്കെ നമ്മൾ SCRTയുടെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അതിലുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ. 64 പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്, അല്ലേ? നമ്മൾ പെൻ RTC എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. 65 LPGയിലെ മുഖ്യ ഘടകമാണ് ഏത്? ബ്യൂട്ടൈന്. 56 സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാ? ഓപ്ഷൻ A ആണ്, ഓവ്യൂള് വിത്താകുകയാണ് ചെയ്യുന്നത്. 67 എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണമാണ് ഏത്? ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ SCRTയുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട് നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 68 ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണുന്ന കോശാംഗം ഏതാ? ഗോൾജി കോംപ്ലക്സ് ആണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 69 താഴെ തന്നിരിക്കുന്ന രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടെത്തുക. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാ? ഓപ്ഷൻ B ആണ്, ഗ്ലോബുലിൻ ആണ്. 70 തന്നിരിക്കുന്നതിൽ മാംസത്തിന്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാ? ഓപ്ഷൻ B ആണ്, ലിപ്പേസ് ആണ്. 71 പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ത്വരണം, അല്ലേ? ഓപ്ഷൻ D ആണ്, ത്വരണമാണ്. 72 ബലത്തിന്റെ യൂണിറ്റ് ആണ് ഏത്? ന്യൂട്ടൺ, അല്ലേ? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഏത്? ഗതികോർജം. 74 തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകളാണ്. 75 കടലിന്റെ ആഴം അളക്കാനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാ? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. 76 തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തണം. തെറ്റ് മാത്രം മതി കേട്ടോ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗമനത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. നമ്മൾ പഠിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും, കുറവല്ല. അപ്പോൾ ഇതാണ് ഇതിൽ എന്ത് തെറ്റായിട്ടുള്ളത്? അപ്പം ഓപ്ഷൻ B ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഇനി 77-ാമത്തെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയും തെറ്റും കണ്ടുപിടിക്കണം, അല്ലേ? നമുക്ക് ഓക്കെ. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. എയ്ഡ്സ്, നിപ്പ, എയ്ഡ്സ് വൈറസ്, അല്ലേ? ശരിയാണ്. ക്ഷയം, എലിപ്പനി എന്നീ രോഗങ്ങൾ എന്താ? ബാക്ടീരിയ ആണ്. ശരിയാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് ആണ്. തെറ്റാണ്.
ഡെങ്കിപ്പനി, ചിക്കൻകുനി എന്നിവ കാരണം ബാക്ടീരിയ, അതും തെറ്റാണ്. അപ്പോൾ ശരിയാ 1, 2 ശരി, 3, 4 തെറ്റ്. 1, 2 ശരി, 3, 4 തെറ്റ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ. 1, 2 ശരി, 3, 4 എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 78 ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുയൽ വളർത്തുന്നതിനാണ് ക്യൂണിക്കൾച്ചർ. 79 കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. ഓപ്ഷൻ ഡി ആണ്. 80ാമത്തെ ചോദ്യം, സിനാപ്സുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സിനാപ്സുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് അല്ലേ. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു, അങ്ങനെയൊന്നുമില്ല. പേശീകോശത്തിനും ന്യൂറോണുകൾക്കും ഇടയിലായിട്ട് കാണുന്നു, 2 ന്യൂറോണുകൾക്കിടയിലായിട്ട് കാണുന്നു, 2 പേശീകോശങ്ങൾക്കിടയിലായിട്ട് കാണുന്നു. 2, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. 2, 3 ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയാണ്. ഇനി 81ാമത്തെ ചോദ്യം, മാത്സ് ആൻസർ മാത്രം പറഞ്ഞു പോവാം. 81 ഡി ആണ്, 11 വയസ്സ്. 82 ഓപ്ഷൻ ബി ആണ്, JCVF. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 84ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, EV ആണ്. 85 ഓപ്ഷൻ ബി ആണ്. 86ാമത്തെ ചോദ്യം 86 ബി, 62. 87 തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികൾ 1 തുക വരാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. 88ാമത്തെ ചോദ്യം 36 ലിറ്റർ വെള്ളം 20 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഏതാ? ഓപ്ഷൻ എ ആണ്, 7 ലിറ്റർ കേട്ടോ. ഓപ്ഷൻ 7 ലിറ്റർ. 89ാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏതാ? ഓപ്ഷൻ ബി ആണ്. 89 ഓപ്ഷൻ ബി 5/4 ആണ്. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി 780 രൂപ. 91ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് ഏതാ? 91 ഓപ്ഷൻ എ ആണ്, 63. 92ൻ്റെ ആൻസർ 92 ഓപ്ഷൻ എ 2 ആണ്. 93 ഓപ്ഷൻ എ 16 കിലോമീറ്റർ. 94 ഓപ്ഷൻ സി ആണ്. 95 ഓപ്ഷൻ സി 12. 96 ഓപ്ഷൻ എ 30 മിനിറ്റ്. 97 ഓപ്ഷൻ ഡി 5/4 ആണ്. 98 ഓപ്ഷൻ ഡി 2415. 99 ബി 14 മീറ്റർ. 100 ബി 70. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയ ആൾക്കാരൊക്കെ എന്താ അവസ്ഥ എന്നും അതുപോലെ പിന്നെ എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.